ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാ. ഈശോയ്ക്ക് നീ ക്ഷമിച്ചോ? നിന്റെ മനസ്സിൽ വെറുപ്പുണ്ടോ? ആത്മാർത്ഥമായിട്ട് ഈ പള്ളിയിലിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ മനസ്സിൽ വെറുപ്പുണ്ടോ? ആത്മാർത്ഥമായിട്ട് വെറുപ്പില്ലാത്ത കൈവെക്കാൻ പറഞ്ഞാൽ എത്ര പേര് കൈപ്പൊക്കും? നമ്മളൊക്കെ പലപ്പോഴും മനസ്സിൽ വെറുപ്പ് വെച്ച് പുലർത്തുന്നുണ്ട്. തിരുവചനം പറയുന്നുണ്ട്, മനസ്സിൽ വെറുപ്പ് വെച്ച് പുലർത്തുന്നത് കയ്യില് ശത്രുവിനെതിരെ എറിയാനായിട്ട് തീക്കനൽ കൊണ്ട് നടക്കണ മാതിരിയാണ്. എന്ന് പറഞ്ഞാല് അവനല്ല സംഭവിക്കുക, എന്റെ കൈ മുഴുവൻ പൊള്ളി നാശാവും. ഈ വെറുപ്പൊക്കെ ഉള്ളിൽ വെച്ച് ഞാൻ നടക്കുന്നത്. എൻ്റെ അടുത്തൊരു സഹോദരി വന്നു കഴിഞ്ഞ ദിവസം, ഒരു അയൽവക്കത്തെ വീടുകാർ വഴക്കായിട്ട്. ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിശുദ്ധ പറയുമ്പോൾ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും, അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുടെ പേര് പറഞ്ഞു അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയാൻ പറഞ്ഞു. അവൾ എന്റെ മുഖത്ത് നടക്കണ കാര്യമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം കിട്ടില്ല. വെള്ളം, ദൈവാനുഗ്രഹമാകുന്ന വെള്ളം ഒഴുകി വരുമ്പോ ആ ചാലില് ചെളി കെട്ടി നിന്നാൽ വെള്ളം ഒഴുക്ക് തുടരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെറുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചെളിയാണ്. ദൈവാനുഗ്രഹം വരുന്ന ചാലിൽ കെട്ടി നിൽക്കുന്ന ചെളിയാണ് വെറുപ്പ്. അവിടെ വന്നാൽ വെള്ളം രണ്ട് സൈഡിലേക്ക് പൊട്ടിപ്പോവുള്ളൂ, അങ്ങോട്ട് പോവില്ല. ആ വഴക്കുള്ള വീട്ടിലെ സഹോദരിയുടെ പേര് പറഞ്ഞ് പരിശുദ്ധ പറയുമ്പോൾ എന്ന പ്രാർത്ഥനയിൽ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇന്ന സഹോദരിക്ക് വേണ്ടിയും എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ എൻ്റെ അടുത്ത് ചർച്ച തുടരണ്ടെന്ന് പറഞ്ഞു, എന്റെ സമയം കളയണ്ടെന്ന് പറഞ്ഞു. നിനക്കൊരു ഗുണം കിട്ടത്തില്ല, എന്റെ സമയം പോവും, നിന്റെ സമയം പോവും. അവസാന സഹോദരൻ ശരിയാ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ അവസാനം പരിശുദ്ധ പറയുമ്പോൾ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു തുടങ്ങി, വളരെ വിഷമിച്ചിട്ടാണെങ്കിൽ. അപ്പൊ ഈ സഹോദരിയുടെ കുട്ടിയുടെ കല്യാണം വരുന്നുണ്ട്, അത് ശരിയാക്കാൻ വേണ്ടി പിതാവിന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിന് ഞാൻ പറഞ്ഞുതരാം. പരിശുദ്ധ പറയുമ്പോൾ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ആ ശത്രുതയുള്ള സഹോദരിക്ക് വേണ്ടിയും എന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി, അയ്യോ അവളുടെ കൂട്ടത്തിൽ ഞാൻ പ്രാർത്ഥനയില്ല, എനിക്ക് കൊച്ചിന്റെ കല്യാണം നടന്നെങ്കിലും വിരോധമില്ല, ആ വെറുപ്പുള്ള പെണ്ണിന്റെ കൂടെ എന്റെ മോളുടെ പേര് പറയില്ല എന്ന് പറഞ്ഞു. വെറുപ്പൊക്കെ പോകുന്നു പറഞ്ഞ് പോകുന്നില്ല, അവിടെ ഉള്ളിലൊക്കെ ഇരിക്കുകയാണ്. പിന്നെ കുറെ നേരം പറഞ്ഞിട്ട് അവസാനം ഞാൻ അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. രണ്ട് പരിശുദ്ധ പറയുമ്പോൾ എല്ലാം പറഞ്ഞു. ഒരെണ്ണത്തില് ഈ പെണ്ണിന്റെ പേരും ഒരെണ്ണത്തിൽ അവരുടെ മോളുടെ പേരും അങ്ങനെ ചൊല്ലിക്കോളാൻ പറഞ്ഞാൽ ഞാൻ വിട്ടു. അവസാനം എന്റെ സമയം പോകാനല്ലോ. നമ്മുടെ ഉള്ളിൽ അത്രയും ശത്രുതയും വെറുപ്പിടും. എന്നിട്ട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവർ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റ് ഞങ്ങൾ ക്ഷമിക്കണമെന്ന് നമ്മൾ പറയുന്നത്.